കേറ്റഡ് LPP പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട മറ്റൊരു പേരാണ് പൗലോ ഫ്രെയർ. അപ്പൊ പൗലോ ഫ്രെയറുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് മനസ്സിലാക്കിയാലോ തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിന് ഉപയോഗപ്പെടും. നമുക്ക് നോക്കാം പൗലോ ഫ്രെയർ ആരാണ്? അദ്ദേഹം ബ്രസീലിൽ ജനിച്ച ഒരു വിദ്യാഭ്യാസ ചിന്തകനാണ്. ഇനി അദ്ദേഹത്തിന്റെ ബോധനത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വിമർശനാത്മക ബോധനം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പെഡഗോഗി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ പൗലോ ഫ്രെയർ കേട്ടോ. ഇനി അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മർദ്ദിതരുടെ ബോധനശാസ്ത്രം അല്ലെങ്കിൽ പെഡഗോഗി ഓഫ് ഒപ്രഷൻ. പെഡഗോഗി ഓഫ് ഒപ്രഷൻ മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന് ബന്ധപ്പെട്ട് ആ കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചത് പൗലോ ഫ്രെയർ ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ അദ്ദേഹം അദ്ദേഹം വിമർശിച്ച രണ്ട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക. വിദ്യാഭ്യാസ രീതിയെ ബാങ്കിങ് സമ്പ്രദായത്തിന് തുല്യമായിട്ട് വിമർശിച്ചു. അതുപോലെ തന്നെ അധ്യാപകൻ എന്ന് വിജ്ഞാനശകലം കുട്ടികളിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയെയും അദ്ദേഹം വിമർശിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വിമർശിച്ചത് വിദ്യാഭ്യാസ രീതിയെ ബാങ്കിങ് സമ്പ്രദായത്തെ തുല്യമായിട്ട് വിമർശിച്ചു. അതുപോലെ തന്നെ അധ്യാപകന്റെ വിജ്ഞാനശകലം കുട്ടികളിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയും വിമർശിച്ച വ്യക്തിത്വത്തിനുടമയാണ് പൗലോ ഫ്രെയർ. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു പദമാണ് പ്രാക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രാക്സിസ് എന്ന പദം മനുഷ്യന്റെ ശരിയായ ധർമ്മത്തെ കുറിച്ചാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ പറയുന്നത് പ്രശ്നങ്ങൾ ആഴത്തിൽ പരിശോധിക്കുന്നതിനും പരിസ്ഥിതിയുമായി പ്രതികരിക്കുന്നതിനും അതിനെ രൂപാന്തരപ്പെടുത്താനുള്ള കഴിവ് സ്ത്രീ പുരുഷന്മാർക്കുണ്ട് എന്ന ആശയം ആണ് ആ പദത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ പ്രാക്സിസ് എന്ന പദം ആരുമായി ബന്ധപ്പെട്ടതാണ്? പൗലോ ഫ്രെയറുമായി ബന്ധപ്പെട്ടെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ ഡയലോഗിലും സംവാദം കൊണ്ട് നൽകിയ വ്യക്തിത്വം ആരാണ്? പൗലോ ഫ്രെയർ. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ പ്രശ്നാധിഷ്ഠിത സമീപനമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ആരാണ്? പൗലോ ഫ്രെയർ. അപ്പൊ പൗലോ ഫ്രെയർ എന്തൊക്കെ മനസ്സിലാക്കാം? അദ്ദേഹം ജനിച്ചത് ബ്രസീലിലാണ് മനസ്സിലാക്കി. ഇനി വിമർശനാത്മക പെഡഗോഗിയും ക്രിട്ടിക്കൽ പെഡഗോഗിയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് വിമർശനാത്മക ബോധനം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പെഡഗോഗിയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് പൗലോ ഫ്രെയർ ഓർത്തു വയ്ക്കാൻ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ് അല്ലെ, മർദ്ദിതരുടെ ബോധനശാസ്ത്രം എഴുതിയത് ആരാണ്? പൗലോ ഫ്രെയർ ആണ്. അതുപോലെ നോക്കുക അദ്ദേഹം രണ്ട് കാര്യങ്ങൾ വിമർശനാത്മകമായ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? വിദ്യാഭ്യാസത്തെ ബാങ്കിങ് സമ്പ്രദായം തുല്യം വിമർശിച്ചു. അതുപോലെ തന്നെ അധ്യാപകന്റെ വിജ്ഞാന ശൈലങ്ങൾ കുട്ടികളിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയും അദ്ദേഹം വിമർശിച്ചു. ഇനി പ്രാക്സിസ് എന്ന പദം മനുഷ്യന്റെ ശരിയായ ധർമ്മത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് ആ പദം ആരും ബന്ധപ്പെട്ടതാണ്? പൗലോ ഫ്രെയറുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഡയലോഗിൽ സംവാദം ഒന്ന് നൽകിയത് പൗലോ ഫ്രെയർ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് പ്രശ്നാധിഷ്ഠിത സമീപനം വിദ്യാഭ്യാസം എന്നുകൂടി അദ്ദേഹം ഇവിടെ മനസ്സിലാക്കി തന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയൊക്കെ നിങ്ങൾക്ക് പരീക്ഷ ഉപകാരപ്പെടും.